ഹലോ, അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടേ. കുറേ ദിവസം മുന്നേ എടുത്തു വെച്ചതാണ്. ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തതും പോസ്റ്റ് ചെയ്യണതും. അങ്ങനെ എങ്ങോട്ടാണ് പോകണമെന്നറിയോ? ഞങ്ങൾ ഫാം വില്ല കാണാൻ പോവാണ്, ചാവക്കാടുള്ള ഫാം വില്ല. അപ്പോൾ കുറേ ദിവസമായിട്ട് പറയുന്നതാണ്, ഞാനാണ് ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നേ പോകണമെന്ന്. ആരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഫാം വില്ല അറിയുന്നത് തന്നെ. അപ്പം തൊട്ടിട്ട് ഞാൻ പറയുന്നുണ്ട്, ചേട്ടൻ നാട്ടിലുള്ളപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ടൈം കിട്ടിയത് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ എത്തി. ഞങ്ങളിതേ കാറിലാണ് വന്നത്. ചേച്ചിയും ആൻറ്റിയും മക്കളും ഒക്കെ കൂടിയിട്ടാണ് വന്നുള്ളത്. ഒരാൾക്ക് 200 രൂപയാണ് കേട്ടോ. 150 രൂപയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. പക്ഷേ 200 രൂപയാണ് അവിടെ എത്തിയപ്പോൾ വാങ്ങിച്ചത്. 200 രൂപയ്ക്ക് ഉള്ളതുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയൊന്നുമില്ല. പിന്നെ ഓക്കെ, പിള്ളേർക്കൊക്കെ ഒരു കൗതുകമാണല്ലോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയൊരു ഒട്ടകം ഉണ്ടായിരുന്നു, കുതിര ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ ഫീഡ് ചെയ്യാം കേട്ടോ നമുക്ക്. അത് നമുക്ക് അവർ തരും. പക്ഷേ എന്താ പറയുന്നത് വെച്ചാൽ ആൻറ്റി ഒഴികെ ബാക്കി ഞങ്ങൾ 5 പേർക്കും ഒരു ധൈര്യമില്ലാത്ത ആൾക്കാരായ കാരണം ഞങ്ങൾ മാത്രം ഒന്നും ചെയ്തില്ല. എല്ലാം ആൻറ്റിയാണ് ചെയ്തത്. കണ്ടില്ലേ, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവാം, ആൻറ്റിയാണ് എല്ലാം എന്താ പറയുക എൻജോയ് ചെയ്തിട്ടുള്ളത്. അവിടെ ചെന്നിട്ട് എല്ലാം കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് വരുമ്പോഴാണ് ഈ മീനിനെ തീറ്റ കൊടുക്കുന്ന സംഭവം ഉള്ളത്. രസമായിരുന്നു. പക്ഷേ ഞാൻ ഒന്നിനും പോയിട്ടില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർക്കൊക്കെ ഉണ്ട്. ഇതിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. ഞാനും ചേച്ചിയും ആൻറ്റി എല്ലാവരും കയറി, എല്ലാവരും കൂടിയിട്ട് എൻജോയ് ചെയ്തു. അതിൻ്റെ ഫുൾ ക്ലിപ്സൊന്നും ഞാൻ ഇട്ടിട്ടില്ല, കാരണം ഞങ്ങൾ എൻജോയ് ചെയ്തത് ഞങ്ങളുടെ ഒരു സ്വകാര്യതയാണല്ലോ അത്. പിന്നെ തിരിച്ച് ഞങ്ങൾ പോരാണ് അവിടുന്ന്. ഒരു 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാവർക്കും വിശന്നു. അവിടെയാണെങ്കിൽ ഐസ്ക്രീമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഗുരുവായൂർ വന്നിട്ട് ഒരു ഷോപ്പിലാണ് കയറിയത്. ചേച്ചി മോളൊക്കെ എപ്പോഴും സ്ഥിരം വരുന്നതാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, എല്ലാവർക്കും വിശപ്പുള്ള കാരണം എല്ലാം ഒരുമിച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഫാം വില്ല വിസിറ്റിംഗ് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.